ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിട്രിയോസ് ഡിയമൻഡോക്കസിന് പകരക്കാരനായി ഒരു വമ്പൻ പോളണ്ട് താരത്തെ, അതായത് പോളിഷ് ടോപ്പ് ടയർ ലീഗ് കളിക്കുന്ന സൂപ്പർ താരത്തെ സ്വന്തമാക്കി എന്ന് പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, എക്സിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ എല്ലാ ചാനലുകാരും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് പോളണ്ട് സൂപ്പർ താരമായ ജാറോസ്ലാ നെക്സ്ഗോഡ എന്ന താരത്തെ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് 2 വർഷത്തെ കരാറിൽ സ്വന്തമാക്കിയെന്ന് ഇതാദ്യം റിപ്പോർട്ട് ചെയ്തത് പോളിഷ് മാധ്യമങ്ങൾ തന്നെയായിരുന്നു. അതിനെ തുടർന്ന് ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. എന്നാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ല, കാരണം നമുക്ക് കറക്റ്റായ ട്രസ്റ്റ്ഫുള്ളായ സോഴ്സിൽ നിന്ന് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല. കറക്റ്റ് ട്രസ്റ്റ്ഫുള്ളായി നടക്കുമെന്ന് ഉറപ്പുള്ള സൈനിങ്ങൾ മാത്രമേ ഞാൻ പുറത്തുവിടാറുള്ളൂ. അപ്പോൾ നിലവിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യം ഇപ്പോൾ മാർക്കസ് മെർഗുലോ, നിലവിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഇന്ത്യൻ ജേർണലിസ്റ്റാണ് മാർക്കസ് മെർഗുലോ. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതൊരു ഫേക്ക് ന്യൂസാണ്, ഇതുമായി ബന്ധപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് നടത്തിയിട്ടില്ല എന്ന്. നിലവിൽ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ ഇദ്ദേഹം പോളണ്ടിലെ ഒരു ടോപ്പ് ടയർ ലീഗ് കളിക്കുന്ന ഒരു ടോപ്പ് ക്ലബിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ്. നിലവിൽ അദ്ദേഹം പോളണ്ട് അണ്ടർ-21 ഇന്റർനാഷണൽ ഗെയിംസ് കളിച്ചിട്ടുള്ള താരം കൂടിയാണ്. അതിന് പുറമെ പോളണ്ട് നാഷണൽ ടീമിലേക്ക് സെലക്ടിങ് കാത്തിരിക്കുന്ന പ്ലെയർ കൂടിയാണ്. നിലവിൽ ഇദ്ദേഹത്തിന് മാർക്കറ്റ് വാല്യൂ ഏകദേശം 13.5 കോടി രൂപയോളം മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു സൂപ്പർ സെൻറ്റർ ഫോർവേഡ് കളിക്കുന്ന ഒരു സൂപ്പർ താരം തന്നെയാണ് ഇദ്ദേഹം. അപ്പോൾ ജെറോസ്ലോ നിസ്ഗോഡ എന്ന താരത്തെ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് 2 വർഷത്തെ കരാറിൽ സ്വന്തമാക്കിയെന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് നിരാശ തന്നെയാണ്. നിലവിൽ സൂപ്പർ താരമായിരുന്നു, എന്നാൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ സാധിച്ചില്ല. നിലവിൽ ഇത് 2 വർഷത്തെ കരാറിൽ സ്വന്തമാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സ് അത് സാധിച്ചിടത്തോളം കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല ഇദ്ദേഹം ടീമിലെത്തിയെന്ന്. അപ്പോൾ ചിലപ്പോൾ മാറിമായങ്ങൾ നടന്നേക്കാം. എന്നാൽ നിലവിൽ ഇതുവരെയും താരമായി ഒരു ധാരണയിലും ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയിട്ടുണ്ടോയെന്ന് പോലും നമുക്ക് ഇതുവരെ കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കണ്ടന്നെ അറിയണം, ഡിമിട്രിയോസിന് പകരക്കാൻ ഒരു സൂപ്പർ സ്ട്രൈക്കർ തന്നെ ടീമിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇദ്ദേഹം മികച്ചൊരു ഓപ്ഷൻ തന്നെയായിരുന്നാൽ അത് സാധിക്കുന്നില്ല. അപ്പോൾ കണ്ടനറിയാം ആരായിരിക്കും വരിക എന്ന്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങൾ എപ്പോഴും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ സത്യസന്ധമായ എല്ലാ വാർത്തകളും അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഡേ വീണ്ടും കാണാം.